ഹലോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് പഴയ തുണികൾ നമുക്ക് എങ്ങനെ അതിനൊന്ന് മറ്റൊരു രീതിയിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് കേട്ടോ. അതായത് ചില ഒത്തിരി കീറിയതും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അടുക്കളയ്ക്ക് എടുക്കും, നമ്മൾ കരിത്തുണി മറ്റൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം. അതല്ലാണ്ട് ചില തുണികൾ നമുക്ക് ചിലപ്പോൾ കളറൊന്നും പോവില്ല, നല്ല ക്ലോത്ത് ആയിരിക്കും, പെട്ടെന്ന് കീറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തുണികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് നോക്കണം കേട്ടോ. ഒരു 3-4 ഹാക്ക് അപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും അത് നമുക്കതൊരു വീഡിയോ ആയിട്ട് കണ്ടുനോക്കാം. ആദ്യം ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ പഴയ കുട്ടികളുടെ പഴയ എലാസ്റ്റിക് പോയതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് തുണികളുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ കുറച്ച് ബനിയനും അങ്ങനെയുള്ള ടൈപ്പ് തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് വെറുതെ എനിക്ക് കളയാനും തോന്നിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ എടുത്തിട്ട് ഒരു പില്ലോ പോലെ ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് കവർ ചെയ്തതാണ്. ഇതാണ് കേട്ടോ സാധനം. നമുക്കിത് വേണമെങ്കിൽ ഇതിലിരിക്കുകയും ചെയ്യാം. കാരണം സ്റ്റഡി ടേബിളിൽ കുട്ടികൾക്ക് കറക്റ്റായിട്ട് അത് സൈസ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്റ്റഡി ടേബിൾ ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ വേറെ എന്താ വെച്ചാൽ ഞങ്ങളുടെ കട്ടിലിൻ്റെ സൈഡിലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ കുട്ടികൾ ഇടയിൽ കയ്യോ കാലൊക്കെ പെടുമല്ലോ പറഞ്ഞിട്ട് അവിടെ നമുക്കത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് കൈത്തുന്നലിൽ ചെയ്താണ്. അപ്പോൾ അതിനെ അതായത് ആദ്യം ഇതൊരു ബനിയൻ്റെ തുണിയാണ്. അപ്പോൾ ബനിയൻ്റെ തുണി ആ ഷേപ്പിൽ ആക്കിയിട്ട് അതിലിത് ഫില്ല് ചെയ്തിട്ട് മൊത്തം ചുറ്റൊന്ന് തുന്നി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ കുറച്ച് കട്ടി ഉണ്ടാവും, കാരണം കനം ഉണ്ടാവുമല്ലോ, പഞ്ഞിയല്ലാത്തതുകൊണ്ട് അതിനൊരു കനം ഉണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അത്ര കനമൊന്നുമില്ല. നമ്മൾ കനം കുറഞ്ഞ തുണികളാവുന്ന സമയത്ത് പിന്നെ അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഹാക്ക് എന്ന് പറയുന്നത്. പഴയ തുണികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മളുടെ പഴയ നൈറ്റിയിൽ എനിക്ക് ചില നൈറ്റികളോടൊക്കെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ നല്ല ക്വാളിറ്റി നൈറ്റി വാങ്ങുകയും ചെയ്യും, എന്നിട്ട് അത് നമുക്ക് ചപ്പയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ്. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു തുണി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനത് മാറ്റി വെച്ചു. കുറേ വർഷമായി, ഒരു മോനെ പ്രസവിച്ച് വരുന്ന സമയത്ത് ഒരു 6-7 വർഷമൊക്കെ ആയി. അപ്പം ഞാനിനി അത് എനിക്ക് കളയാൻ തോന്നില്ല. എൻ്റെ മെറ്റീരിയലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പ്രിൻ്റൊക്കെ നല്ല ഭംഗിയാണ്, മെറ്റീരിയലും കുഴപ്പമില്ല, അത്ര കേടൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്താ പറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ കഴുത്തിൻ്റെ അവിടെയൊക്കെ പിഞ്ഞു പോയി. ഇത് അതുപോലെ മറ്റൊരു നൈറ്റിയാണ് കേട്ടോ. ഇത് ജീൻസിൻ്റെ ഒരു ടൈപ്പ് നൈറ്റി കണ്ടോ, ഇങ്ങനെ പിഞ്ഞു പോയി. ഇതേപോലെ ആ നൈറ്റും പിഞ്ഞു പോയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു കൊണ്ട് ഇങ്ങനെ ആ ഒരു തുണീൻ്റെ മുകൾ ഭാഗം മാത്രം ഞാൻ കട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ അതിനെ അങ്ങോട്ട് സ്കേർട്ടാക്കി വയ്ക്കാം, പലാസവും ആക്കാം കേട്ടോ. അതിൻ്റെ അതായത് ഇപ്പോൾ ഈ ഒരു നൈറ്റ് നമ്മൾ ഈ ഒരു നൈറ്റ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ, ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ്ടല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ഇതിൻ്റെ താഴത്തെ ഭാഗം നല്ല ഭംഗിയാണ്, കണ്ടില്ലേ. ഇതുണ്ടോ, ഈ ഒരു ഭാഗം താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല കണ്ടോ. അത് എവിടെ പിന്നലും അങ്ങനെയൊന്നും കാണില്ല. പക്ഷേ ഈ മുകളിലത്തെ പോർഷൻ ഇങ്ങനെ പിഞ്ഞു പോയി. ഇപ്പം എന്താ വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ അത് ടൈറ്റ് ആയപ്പോൾ ഇതൊന്ന് മുറിച്ചിട്ട് രണ്ടാമതൊരു മുകളിൽ കൂടെ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൃത്തികേടായിരുന്നു. പക്ഷേ താഴത്തെ പോർഷൻ നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പം നമുക്കത് കുഴപ്പമില്ലാത്തൊരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ എന്ത് ചെയ്യാം, അതിൻ്റെ മുകളിൽ ഭാഗം മടക്കി അവിടെ നമ്മളൊരു എന്താ പറയുക, ഒരു കെട്ടാനുള്ള സാധനമൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്കേർട്ടാക്കി മാറ്റാം. അല്ലെങ്കിൽ നടുക്ക് കൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും നമ്മൾ തുന്നിക്കഴിഞ്ഞാൽ അതൊരു പലാസാവുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ഇത് വേണമെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ റീയൂസ് ചെയ്തിട്ടുള്ള ഒരു നൈറ്റിൻ്റെ താഴത്തെ പോർഷനാണ് ഇത് കണ്ടോ. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു നൈറ്റിൻ്റെ പോർഷനാണ്. ഞാൻ ആക്ച്വലി ആദ്യമൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനൊക്കെ എടുത്തിട്ട് കരിത്തുണി അങ്ങനെയൊക്കെ ആക്കുക ചെയ്യുക. പിന്നെ ആലോചിച്ച് ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ ഇടുന്ന സദ്യയിൽ കുഴപ്പമില്ല കേട്ടോ. ഞാനതിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കളർ അങ്ങനെ വരെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതേപോലെ വേറൊന്നാണ് മോളുടെ സ്ലീപ്പ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി മോന് കിട്ടിയിട്ടുള്ളതാണ്. ഞാനപ്പോൾ അതിനെ ആ അടിയിലിപ്പോൾ പാൻറ് പോലില്ല, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം എന്ന് പറയുന്നത് മറ്റേ ഒട്ടുന്ന ആ ബട്ടൺസാണ്. അതിന് കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ കുട്ടിക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ വേറൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ പോർഷൻ മാത്രം ഞാൻ വെട്ടിയെടുത്തു. താഴത്തെ പോർഷൻ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഹുഡിയായിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ മോൾക്ക് ഇപ്പോൾ കറക്റ്റാണ്. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതും ഈ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ താഴത്തെ പോർഷൻ കട്ട് ചെയ്തിട്ട് ഹുഡിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതാ ഇങ്ങനെയാണ്. ഇത് അതുപോലത്തെ ഒരു ഡ്രസ്സായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ വെട്ടിയിട്ട് ഇപ്പോൾ ഹുഡിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
ഇനി മറ്റൊരു ഹാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റുകളൊക്കെ കുറേ നമ്മൾ യൂസ് ചെയ്യാണ്ട് വെക്കുന്ന സമയത്ത് എൻ്റെ എലാസ്റ്റിക് ഒക്കെ പോകില്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ഈ കോലത്തിലാവും. അപ്പോൾ ആ എലാസ്റ്റിക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തുണിക്ക് വലിയ കുഴപ്പമില്ല, കളറൊന്നും പ്രശ്നമുണ്ടാവില്ല. ഈ എലാസ്റ്റിക് കാരണം മാത്രം നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എലാസ്റ്റിക് ഇടുന്ന പോർഷനല്ലേ, അവിടെ ഈ സെൻറ്ററിൽ ആ ഭാഗം എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്തിട്ട് അതിനകത്തൂടെ ആ കയറ്, നമ്മൾ സാധാരണ ചുരിദാറിലൊക്കെ നമ്മൾ കയറ് കെട്ടില്ലേ, പഴയ ചുരിദാറുകളിലൊക്കെ പാൻറ്റുകളിലുള്ള ആ കയറല്ലേ, അതൊന്ന് എന്ത് ചെയ്താൽ മതി. അതുണ്ടാക്കാൻ എളുപ്പമാണല്ലോ, അല്ലെങ്കിൽ ആ കയറ് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ആ സാധനം എന്ത് ചെയ്താൽ മതി, ഇതിൽ കൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മൾക്കത് കെട്ടായിട്ട് അത് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു പാൻറ്റാണ് കേട്ടോ ഇത് ആക്ച്വലി അതൊരു വെള്ള പാൻറ്റാണ്. നല്ല കളറും ഒക്കെ അടിപൊളിയാണ്, വേറെ ഒരു കുഴപ്പമില്ല. ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എലാസ്റ്റിക് ഇങ്ങനെ പോയതായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കയറങ്ങോട്ട് കെട്ടിയിട്ട് അത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്താ പറയുക, എലാസ്റ്റിക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പാൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങനൊരു ഹാക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ ആദ്യം ഇത് ഈ ഇലാസ്റ്റിക് പോയ സമയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് അതിൽ കൂടെ ഒരു കയറിട്ടൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് വരികയും ചെയ്തു. പിന്നെ ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതൊന്ന്. അതേപോലെ നമ്മളുടെ സാരികളില്ലേ, പഴയ സാരികളൊക്കെ, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് സാരി ഉടുക്കാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് സാരി ഉടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിങ്ങനെ കെട്ടണം, പിന്നെ ആ പ്ലീറ്റ് എടുത്ത് ഇങ്ങനെ ഇടണം, അതൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ സെറ്റ് സാരീനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ധാവണി പോലെ ഇങ്ങനെ ആക്കി. അതായത് താഴെ നമ്മൾ ആ ഒരു കെട്ടുന്ന പോർഷനല്ലേ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ കെട്ടുന്ന പോർഷനിൽ അധികം പ്രിൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു പോർഷൻ എടുത്തിട്ട് എന്ത് ചെയ്തു, അതിനടുത്തൊരു പാവാടയാക്കിയിട്ട് ആ മേൽഭാഗം നമ്മളിടുന്നത് എന്ത് ചെയ്തു, അതൊരു പീസ് വെട്ടിയിട്ട് നമുക്ക് മെയിൽ ഇടുന്ന പോലെ ആക്കി വെച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വെട്ടിയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഇതാണ് നമ്മളുടെ ആ സാരിൻ്റെ താഴത്തെ പോർഷൻ. അതിനടുത്ത് എന്ത് ചെയ്തു, പാവാടയാക്കി. ഇതാണ്ടില്ലേ, ഇങ്ങനെ പാവാടയാക്കി. അപ്പോൾ നമ്മൾക്ക് വലിയൊരു പ്രശ്നം, മറ്റേത് പറയുമ്പോൾ പ്ലീറ്റൊക്കെ എടുക്കുമ്പോൾ ഈ പ്ലീറ്റ് അഴിഞ്ഞു പോകും, അങ്ങനെയൊക്കെയുള്ള ടെൻഷനോ. ഇപ്പം നമുക്ക് സാരി എടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ 2-3 സാരിനെയൊക്കെ എടുത്തിട്ട് ഈ കോലത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആ ഭാഗം ആദ്യത്തെ തുടക്കത്തിലുള്ള ഭാഗം പാവാടയാക്കി, അതിങ്ങനെ പാവാടയാക്കി. അതേപോലെ തന്നെ നമ്മളാ മുന്താണിൻ്റെ ആ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, അതിങ്ങനെ വെട്ടിയിട്ട്, അപ്പോൾ നമുക്ക് ധാവണി നമ്മൾ ഉടുക്കുന്ന പോലെ അതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ പാടില്ല. ഇത് ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റും, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ സാരികൾ നിങ്ങൾക്ക് വെട്ടിയിട്ട് ഈ രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സാരി എടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ ഇട്ടുള്ളൂ, അല്ലാത്ത ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഇതൊക്കെ കാരണം ആ വയറിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്കത് ഇടുമ്പോൾ ഭയങ്കര ഒരു ശ്വാസം മുട്ടലൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഞാൻ മാറ്റിയപ്പോൾ. പിന്നെ ഞാൻ മുമ്പ് നമ്മൾ ഈ റേറ്റ് കുറഞ്ഞിട്ടൊക്കെ 3-4 ഇപ്പോൾ 1000 രൂപയ്ക്ക് 4 ചുരിദാർ ടോപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരേ ടൈപ്പ്, അതായത് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് 200-250 രൂപയാണെന്ന് തോന്നണം കേട്ടോ. അത് 1000 രൂപയ്ക്ക് അങ്ങനത്തെ 3-4 അങ്ങനെ എന്തോ കിട്ടിയ ഒരു സംഭവമായിരുന്നു. അപ്പം ഞാൻ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള തുണികളിൽ ലൈനിങ് ഉണ്ടാവില്ല. പക്ഷെ കളർ വലിയ കുഴപ്പമില്ല, പലതവണ നമ്മൾ യൂസ് ചെയ്തിട്ടും കളറിന് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതാ ഇങ്ങനെയാണ്, അതിങ്ങനെ ചുളിഞ്ഞ് അങ്ങനത്തെ ബനിയൻ ടൈപ്പ് തുണിയാണ്. അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ ശരിയാവും, അത് വേറെ കാര്യം, അത് കുഴപ്പമില്ല. പക്ഷേ ഈ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇടുന്ന സമയത്ത് വലിയൊരു സുഖം ഉണ്ടാവില്ല, ഇടുന്ന സമയത്ത് അത്ര നീറ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി മാറ്റാം എന്ന് ഞാൻ വിചാരിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ കാലമായിട്ടൊരു ഇഷ്ടമാണ് ഈ ലോങ് ഷ്രഗ്, അതായത് ഈ ബനിയനും അതുപോലെ പാൻറ്റും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഓവർകോട്ട് പോലെ ഒരു വലിയ ഓവർകോട്ട് ഇടുമല്ലോ, ലോങ് ഒരു ഷ്രഗ് ഇടുമല്ലോ. അപ്പം അങ്ങനത്തെ ഒന്ന് ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ 300+ ആ റേഞ്ചിലാണ്. മീഷോയിൽ പോലും അത്രയും റേറ്റൊക്കെ കാണിക്കുന്നുണ്ട്. അതും വെറുതെ സാധാരണ തുണികളിനെ ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുകയാണ്, അല്ലാതെ അത്ര വലിയ, ഞാൻ തന്നെ 100 രൂപയ്ക്ക് മറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ലൈനിങ് ഒക്കെ ഉള്ള തുണികൾ ബ്ലൗസും മറ്റുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിട്ട് ഒരു 300 രൂപയ്ക്കൊക്കെ ഈ ഒരു സാധാരണ ഒരു ചെറിയ ഈ ഷ്രഗിന് അത്രയും രൂപ ചിലവാക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഇങ്ങനെയുള്ള ഇതിൻ്റെ കളർ ചേഞ്ചിൻ്റെ ഒരു 3-4 ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെ നമുക്ക് അങ്ങനെ ആക്കിക്കൂടെ, അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ, കാരണം കളർ നന്നായിട്ടുണ്ട്, അതുപോലെ ചോപ്പ് അങ്ങനെയുള്ള കളേഴ്സൊക്കെയാണ് ഉള്ളത്. പിന്നെ അങ്ങനെ നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു, നോക്കാം.
അപ്പോൾ നമ്മൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഈ പറയുന്ന സെൻറ്റർ പോർഷനല്ലേ ഇതങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് 2 സൈഡിലേക്കൊന്ന് മടക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് എന്തായിട്ട് യൂസ് ചെയ്യാം. ഷ്രഗായിട്ട്, ലോങ് ഷ്രഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളുടെ തുണി നല്ല ചുളിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തു. അതിന് ശേഷം സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ 2 സൈഡിൽ കൂടെ മടക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് ചെയ്തത്. അപ്പോൾ അത് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് അതിൻ്റെ കൂടെ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അതുപോലെ ഒരു സമയത്ത് നമ്മളുടെ 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവിടെ ഞാനൊരു ഹാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഹാക്ക് കണ്ടതിന് ശേഷം അതുപോലെ ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ച് എടുത്തു വെച്ചിട്ടുള്ളൊരു തുണിയാണത്, ഈ ഒരു നീല പാൻറ്റ്. അപ്പോൾ അത് കണ്ട സമയത്തൊന്ന് ചെയ്യണം. അപ്പോൾ പിന്നെ നല്ല തുണിയിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ എലാസ്റ്റിക് പോയപ്പോൾ എന്നാൽ പിന്നെ ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള തുണിയാണ്. അപ്പോൾ നമുക്കിത് എന്താ സംഭവം എന്നുള്ളത് ചെയ്യാം. വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ഒരു പാൻറ്റിന് നമുക്ക് ടോപ്പ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അല്ല, ഒന്നും ചെയ്യാനില്ല. അതിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, ഇത് നമ്മൾ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൻറ്റിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പോർഷൻ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വരിക. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഇതിങ്ങനെ തിരിച്ചിട്ട് ഇത് എന്ത് ചെയ്താൽ മതി, അത് തലയിൽ കൂടെ ഒന്ന് കയറ്റിയാൽ മതി. നമുക്ക് നോക്കാം. ഇങ്ങനെയായിട്ട് ആ കാലിൻ്റെ ഭാഗം നമുക്ക് കയ്യിൽ ഇങ്ങനെ ഇടാം. അപ്പോൾ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് സാധനം. ഞാൻ എങ്ങനെ ആവുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അത് കറക്റ്റാണ്, സൂപ്പർ. ഞാനിപ്പോൾ ഈ ഡ്രസ്സിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇങ്ങനെയാണ് അത്. അത് കുറച്ച് ബാക്കിൽ പോർഷൻ മാത്രം ഒരു ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കെട്ടിട്ട് അവിടെ എന്തെങ്കിലും തുണി വെച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സംഭവം കൊള്ളാട്ടോ. നല്ല അടിപൊളി ഹാക്കാണ്. എന്തായാലും ഇങ്ങനെ എടുത്ത് വെച്ചത് വെറുതെ ഇല്ല, സൂപ്പർ. അപ്പോൾ അത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ ഹാക്കിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കുട്ടി ഹാക്കുകളാണ്, പക്ഷെ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. അല്ല 1-2 ടിപ്പെങ്കിലും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.